ഏവർക്കും ഷാഹി ഇഫക്റ്റിലേക്ക് സുസ്വാഗതം. നമ്മൾ ഇൻവെസ്റ്റ് കേരള ഗ്ലോബൽ സബ്ജക്റ്റിന്റെ പ്രോഗ്രസ് റിപ്പോർട്ട് എല്ലാ മാസവും നിങ്ങൾ വഴി എല്ലാവരും അറിയിക്കാമെന്ന് പറഞ്ഞിരുന്നു. യഥാർത്ഥത്തിൽ എല്ലാ ദിവസവും നിങ്ങൾക്ക് നോക്കാവുന്ന സംവിധാനം നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഡാഷ്ബോർഡ് ikjseo.kerala.government.in. അതിൽ എല്ലാ വിവരങ്ങളും നിങ്ങൾക്കും ലഭ്യമായിരിക്കും. ഇന്നത്തെ സ്റ്റാറ്റസ് അനുസരിച്ച് 31,429.15 കോടി ഇൻവെസ്റ്റ്മെന്റിന്റെ 86 പ്രൊജക്ടുകൾ തുടക്കം കുറിച്ചു കഴിഞ്ഞു. നല്ല ഒരു മുന്നേറ്റമാണ്. 20.28% പ്രൊജക്ടുകൾ ഇതിനകം തന്നെ നിർമ്മാണം തുടക്കം കുറിക്കാൻ കഴിയും. നേരത്തെ നമ്മൾ 1.96 ലക്ഷം കോടിയാണ് ആകെ ഒപ്പുവെച്ചത്. കൂടെ 1.52 ലക്ഷം രൂപയാണ് നമ്മൾ പറഞ്ഞത്. അതുകൂടാതെ പിന്നീട് വന്നത് കൂടി 1.92 ലക്ഷം കോടിയാണ്. നമ്മൾ പിന്നെ ഒന്ന് പ്യൂരിഫൈ ചെയ്തിരുന്നു. പ്യൂരിഫൈ ചെയ്തപ്പോൾ 1,77,731.66 കോടി രൂപയുടെ 424 പ്രൊജക്ടുകളാണ് ഇപ്പോൾ നമ്മുടെ ലിസ്റ്റിനകത്തുള്ളത്. 444 ഇഒഇ വന്നത്. പ്യൂരിഫൈ ചെയ്തപ്പോൾ 424 ഇഒഇ ഐക്യജേസ് വന്നതും അതിനുശേഷം വന്നു. അതിൽ നിന്ന് പ്യൂരിഫൈ ചെയ്ത് 424 അപ്പൊ അതിൽ 86 പദ്ധതികൾ ഇപ്പോൾ തുടക്കം കുറിച്ചു. 156 പദ്ധതികൾ ലാൻഡ് കിട്ടേണ്ട പദ്ധതികളാണ്. 268 പദ്ധതികൾ നിലവിൽ ലാൻഡ് കിട്ടിയിട്ടുള്ള പദ്ധതികളാണ്. 29 പദ്ധതികൾ പലതരത്തിൽ ലാൻഡിന് കൺവേർഷൻസ്, മറ്റ് എക്സംഷൻസ് ഒക്കെ നിയമപരമായിട്ട് ഇളവുകളോ നിയമപരമായ തരമാറ്റങ്ങളോ ആവശ്യമായിട്ടാണ് 29 പദ്ധതികൾ. ഓരോ മാസവും തുടങ്ങുന്നത് ഉള്ള പദ്ധതികൾ ഇതിനകത്ത് തന്നെ കാണാം എത്രയാണെന്നുള്ളത്. ജൂലൈയിൽ 1,500 കോടിയുടെ തുടക്കം കുറിക്കാൻ കഴിയുമെന്നാണ് കണക്കാക്കുന്നത്. ആഗസ്റ്റിൽ 1,437 കോടി നിക്ഷേപം കൂടി തുടക്കം കുറിക്കാൻ കഴിയുമെന്നാണ് കണക്കാക്കുന്നത്. അതില് ഇൻഫ്രാ പാർക്കുകളിൽ 8 പാർക്കിലായിട്ട് 1,011 കോടിയുടെ നിക്ഷേപ പദ്ധതികൾ വന്നിട്ടുണ്ട്. അപ്പൊ ഈ പറഞ്ഞ ഇന്ന് വരെ തുടക്കം കുറിച്ചതായി നിർമ്മാണം ആണ് പദ്ധതിയുടെ പൂർണ്ണമാവുന്നില്ല. അത് പൂർണ്ണമാകുമ്പോൾ ഈ പദ്ധതിയിൽ വഴി 40,439 തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കപ്പെടുമെന്നാണ് കണക്കാക്കുന്നത്. ഇപ്പൊ നിർമ്മാണം തുടങ്ങിയിട്ടുള്ള 86 പദ്ധതികൾ വഴി. ഇതിൽ 4 മാസം പിന്നിടുമ്പോഴാണ് നമുക്ക് ഇത്രയും മികച്ച നേട്ടം ഉണ്ടാക്കാനായിട്ട് കഴിഞ്ഞിട്ടുള്ളത്. അതിൽ BPCLന്റെ ലോജിസ്റ്റിക് പദ്ധതി ഉണ്ട്. ഏകദേശം 980 കോടി രൂപയാണ് പാലക്കാട്. അതുപോലെ തന്നെ നാഷണൽ സ്റ്റീൽ പ്രൈവറ്റ് ലിമിറ്റഡ്, അത് 2 ഘട്ടങ്ങളിലായിട്ട് 510 കോടിയുടെ നിക്ഷേപമാണ്. പിന്നെ ഹോട്ടൽസിന്റെ എയർപോർട്ട് ഗോൾഡ് വ്യൂ ഹോട്ടൽസ് 350 കോടി നിക്ഷേപം. ഇത്തരം തുടങ്ങിയ വലിയ പദ്ധതികളുടെ സ്ഥലം മന്ത്രി ഞങ്ങൾ ടീം ഇൻഡസ്ട്രി നേരിൽ പോയി സന്ദർശിക്കുന്നുണ്ട്. എല്ലായിടത്തും കല്ലിടണമെന്നൊക്കെ ആവശ്യം വരുന്നെങ്കിൽ നമുക്ക് എല്ലായിടത്തും പോകാൻ കഴിയില്ല. എന്നാൽ ഏതെങ്കിലും സന്ദർഭത്തിൽ പോകുമ്പോൾ അവിടെ ഈ നിക്ഷേപ സംഗമത്തിന്റെ ഭാഗമായി വന്നിട്ടുള്ള പ്രധാന പദ്ധതികളെല്ലാം ഞങ്ങൾ നേരിട്ട് സന്ദർശിക്കുന്നുണ്ട്. അതുപോലെ എയ്ഡ് സ്റ്റോൺ ഇന്നോവേഷൻസ്, നമ്മൾ അമേരിക്കയിലേക്ക് വരെ കയറ്റുമതി ചെയ്യുന്ന സ്ഥാപനമാണ്. 4 വർഷം പണിക്ക് തുടങ്ങിയത്. ചെറിയ സ്ഥാപനമായിട്ട് അതിന് മുൻപേ തുടങ്ങിയിരുന്നു. അപ്പൊ അതിന്റെ പുതിയ യൂണിറ്റ് ഇതിന്റെ ഭാഗമായിട്ട് വരുന്നുണ്ട്. മെയ് മാസത്തിൽ നമ്മൾ 2,714 കോടി രൂപയുടെ 7 പദ്ധതികൾ നിർമ്മാണത്തിൽ തുടക്കം കുറിച്ചു. ഈൽഡഡ് ഗ്രൂപ്പ്, അതുപോലെ തന്നെ കല്യാൺ സിൽക്സ് 500 കോടിയുടെ, കൃഷ്ണ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് കൊല്ലം 300 കോടി, ജിയോജിത്ത് കമേഴ്സ്യൽ പ്രൊജക്ട് ഇൻഫോ പാർക്കിംഗ് 150 കോടി, അലൈൻമെന്റ് ഡെവലപ്പേഴ്സ് 100 കോടി, കാർത്തിക് ഫുഡ്സ് പ്രോസസിംഗ് 15 കോടി, മൈക്രോസിസിസ് അത് 1 കോടി. ഇത്രയും കാര്യങ്ങൾ തുടക്കം കുറിച്ചു. ഏപ്രിൽ 4 നിക്ഷേപ പദ്ധതികളാണ് തുടക്കം കുറിച്ചത്. ഡൈനമൈറ്റ് ഡിസൈൻ ഇറ്റാലിയൻ കമ്പനി, അതുപോലെ തന്നെ ജോയ ലൂക്കസിന്റെ ഹോസ്പിറ്റൽ
പദ്ധതി, വുഡ് അലയൻസ് പാർക്ക് പ്ലൈവുഡ് ഇൻഡസ്ട്രി, തൊഴിലാം പാർട്ടിക്കൽ ബോർഡ് മാനുഫാക്ചറിംഗ് ഇൻഡസ്ട്രി എന്നിവ തുടക്കം കുറിച്ചു. ഇനി പ്രധാനമായിട്ടും ഈ ജൂലൈയിൽ വരുന്ന ഏറ്റവും പ്രധാന പദ്ധതികളൊന്ന് വലിയ വലിപ്പത്തിലല്ല ഇപ്പൊ തുടങ്ങുന്നെങ്കിൽ പോലും ഭാരത് ബയോടെക് ലോകത്തിലെ തന്നെ പ്രധാനപ്പെട്ട കമ്പനിയാണ്. അങ്കമാലി KSIDCയുടെ പാർട്ടി ജൂലൈ മാസത്തിൽ അവരുടെ പുതിയ പദ്ധതിക്ക് കല്ലിടും. അതാണ് ശ്രദ്ധേയമായത്. പിന്നൊന്ന് അദാനി ലോജിസ്റ്റിക്. പക്ഷെ അതിപ്പോ പൂർണ്ണമായിട്ടും പറയുന്നില്ല. അവരുടെ കുറച്ച് കിട്ടാനുണ്ട്. എന്തായാലും എല്ലാം റെഡിയായി, സ്ഥലം റെഡിയായി, പ്ലോട്ട് ക്ലിയർ ചെയ്ത് കഴിഞ്ഞു. അവരുടെ സമയം നോക്കിയാൽ അദ്ദേഹത്തിന് കൃഷ്ണയില കൂടി വരണമെന്ന് കണ്ടിട്ടുണ്ട്. ആ സമയം നോക്കിക്കഴിഞ്ഞാൽ അത് അങ്കമാലി തെലക്കിനോട് ചേർന്നുള്ള KSIDC പാർക്കിലാണ്. പിന്നെ അദാനി ലോജിസ്റ്റിക്, അത് കളമശ്ശേരിയിലാണ്. അവിടെ 600 കോടിയുടെ ലോജിസ്റ്റിക് പാർക്കാണ് അദാനി ഗ്രൂപ്പിന്റെ കളമശ്ശേരി വരുന്നത്. അതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട കമ്പനിയാണ് കെയ്ൻസ് ടെക്നോളജി. അവര് ഫ്ലെക്സിബിൾ PCB നിർമ്മിക്കുന്നവരാണ്. ഇവരാണ് ഇപ്പോൾ ഗുജറാത്തിൽ ഏറ്റവും വലിയ സെമി കണ്ടക്ടർ പ്ലാന്റ് കഴിഞ്ഞ പ്രധാനമന്ത്രി കല്ലിട്ട സംവിധാനമാണ് കെയ്ൻസ് ടെക്നോളജി ഇന്ത്യ ലിമിറ്റഡ്. അവരുടെ ഒരു ESDM ഫ്ലെക്സിബിൾ PCB പ്രധാനമായിട്ടുള്ള പദ്ധതി 500 കോടിയുടെ 1000 പേർക്ക് തൊഴിൽ കിട്ടുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. പെരുമ്പാവൂർ നമ്മൾ റയോൺസിൽ നിന്നെടുത്ത ഭൂമിയിലാണ് അവരുടെ ഈ പദ്ധതി വരുന്നത്. അതുപോലെ തന്നെ കാനിയോ ഹെൽത്ത് ചെറുപ്പുളശ്ശേരി പാലക്കാട് 400 കോടിയുടെ ഹെൽത്ത് പദ്ധതി അവിടെയും വരുന്നുണ്ട്. ഇത് പ്രധാനപ്പെട്ടതാണ്. അതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ടതാണ് IBM. നമുക്ക് എല്ലാവർക്കും അറിയാം, വളരെ വേഗതയിലാണ് അതിന്റെ വളർച്ച. ഇപ്പോ പുതുതായിട്ട് ഉദ്ഘാടനം ചെയ്ത ലുലുവിന്റെ 4 ടവറുകൾ അവര് രണ്ട് നില പൂർണ്ണമായിട്ടും IBM എടുത്തു. അപ്പോ അതോടുകൂടി IBMന്റെ ഇവിടെയുള്ള എംപ്ലോയി സ്ട്രെങ്ത് 5000-ന് മുകളിലേക്കാവും, 5500 വരെ ആകുമെന്നാണ് കണക്കാക്കുന്നത്. അങ്ങനെ വരുമ്പോൾ ഇന്ത്യയുടെ ഏറ്റവും വലിയ IBM സോഫ്റ്റ്വെയർ സെന്ററുകളിൽ ഒന്നായിട്ട് അത് മാറും. അതിന്റെ ഭാഗമായിട്ട് ഇപ്പോൾ 15-ാം തീയതി IBMന്റെ ഒരു വലിയ സിമ്പോസിയം കൊച്ചിയിൽ സംഘടിപ്പിക്കുന്നുണ്ട്. ഇത് കൂടാതെ ഓഗസ്റ്റിൽ ഗ്രീൻ ഹോംസ് വേസ്റ്റ് മാനേജ്മെന്റിന്റെ 117 കോടിയുടെ പദ്ധതി കണ്ണൂര് ഓഗസ്റ്റിൽ നിർമ്മാണം തുടക്കം കുറിക്കുന്നു. പിന്നെ നീറ്റ ജലാറ്റി ജപ്പാൻ കമ്പനിയാണ്. അവർ കേരളത്തിൽ നേരത്തെ പ്രസൻസ് ഉണ്ട്. അവരുടെ പുതിയ പദ്ധതി 250 കോടിയുടെ പദ്ധതി കാക്കനാട് അവരുടെ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിക്കുന്നു. പിന്നെ തൃശ്ശൂർ 500 കോടിയുടെ റിനൈ മെഡിസിറ്റി അവരുടെ പദ്ധതി തുടക്കം കുറിക്കുന്നുണ്ട്. അതുപോലെ ഹെൽത്ത് കെയർ റിസർച്ചിൽ കൊല്ലത്ത് 120 കോടിയുടെ ഒരു പദ്ധതി ഓഗസ്റ്റ് തുടക്കം കുറിക്കുന്നു. കണ്ണൂര് തന്നെ ഇന്ത്യാന ഹെൽത്ത് സെക്ടറിന്റെ പദ്ധതി 200 കോടിയുടെ തുടക്കം കുറിക്കുന്നുണ്ട്. പിന്നെ ലോജിസ്റ്റിക് ആൻഡ് വയർഹൗസ് ആലുവയിൽ NDR സ്പേസ് പ്രൈവറ്റ്, അത് ഇന്ത്യയിലെ തന്നെ പ്രധാനപ്പെട്ട ലോജിസ്റ്റിക് കമ്പനിയാണ് NDR. അവിടെ ഞാൻ സന്ദർശിച്ചിരുന്നു. അവരുടെ ലാൻഡ് ഇപ്പോൾ ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്. 250 കോടിയുടെ പദ്ധതിയാണ് കാണുന്നത്. അപ്പോൾ നല്ല രീതിയിലുള്ള ഒരു മുന്നേറ്റം നമ്മൾ പ്രതീക്ഷിച്ച രൂപത്തിലോ അതിനൊക്കെ വേഗതയിലോ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. IKGSന്റെ തുടർച്ച നന്നായി തന്നെ മുന്നോട്ട് പോകുന്നുണ്ട്. ഇതാണ് പ്രധാനമായിട്ട് സൂചിപ്പിക്കാനുള്ളത്. നമ്മുടെ ടീം വർക്ക് ചെയ്യുന്നുണ്ട്. അഡ്വൈസറി കമ്മിറ്റി രൂപീകരിച്ചിട്ടുണ്ട്. വ്യവസായ മന്ത്രി ചെയർമാനായി, പ്രിൻസിപ്പൽ സെക്രട്ടറി ഇൻഡസ്ട്രീസ് കൺവീനറായി, KSIDC MD, KINFRA ED KSIDC ഡയറക്ടർ ഇൻഡസ്ട്രീസ്, ഇവരെ കൂടാതെ വിക്കി പ്രതിനിധി, CIA പ്രതിനിധി, KSSIA പ്രതിനിധി, പിന്നെ KSIDCയിലെ ഇൻവെസ്റ്റർ ഡയറക്ടർമാർ, ഇൻഡസ്ട്രിയൽ മേഖലയിലെ ഡയറക്ടർമാർ, അവരുകൂടി ചേർന്നിട്ടുള്ള അഡ്വൈസറി കമ്മിറ്റിയാണ്. 2 മാസത്തിലൊരിക്കലാണ് അഡ്വൈസറി കമ്മിറ്റി യോഗം ചേരുന്നത്. ആദ്യത്തെ യോഗം കഴിഞ്ഞു. അടുത്ത യോഗത്തിന്റെ ഡേറ്റ് നിശ്ചയിച്ചിട്ടുണ്ട്. KSIDCയിലെ ഈ ഡയറക്ടർമാർ എല്ലാ ആഴ്ചയിലും അവരുടെ റിവ്യൂ നടത്തുന്നുണ്ട്. ഇതുകൂടാതെ എല്ലാ ബുധനാഴ്ചയും മന്ത്രി എന്ന നിലയിൽ എന്റെ റിവ്യൂ ഉണ്ട്. പ്രിൻസിപ്പൽ സെക്രട്ടറി എല്ലാവരായി റിവ്യൂ പങ്കെടുക്കുന്നുണ്ട്. മുഖ്യമന്ത്രിയുടെ ഫ്ലാഗ്ഷിപ്പ് പ്രൊജക്ടുകളുടെ കൂട്ടത്തിൽ IKGS ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പൊ അതിലും നല്ല രീതിയിൽ തന്നെ റിവ്യൂ ചെയ്തു പോകും. മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ വകുപ്പ് മന്ത്രിമാരുടെ യോഗം ചേർന്നിരുന്നു. വളരെ പോസിറ്റീവായിട്ടുള്ള
തീരുമാനങ്ങളാണ് വന്നിട്ടുള്ളത്. ഒത്തിരിയേറെ മാറ്റങ്ങൾ ചട്ടങ്ങളിലും നിയമങ്ങളിലും പ്രൊസീജിയറിലെല്ലാം വരുത്താനായിട്ട് തീരുമാനിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഉദ്ദേശിച്ച പോലെ കേരളം ഒരു നല്ല ഡെസ്റ്റിനേഷൻ ആക്കി മാറ്റാൻ കഴിയുമെന്നാണ് കണക്കാക്കുന്നത്. പ്രോജക്ട്സിന്റെ ഫോളോ അപ്പിന്റെ ഭാഗമായിട്ട് KSIDC ഒരു സ്ട്രാറ്റജി അഡോപ്റ്റ് ചെയ്യുന്നുണ്ട്. ഒരു സംരംഭം ഇവിടെ തുടങ്ങണമെങ്കിൽ അത് 4 പെർമിറ്റ്സിന്റെ ബേസിക് ആവശ്യം വേണ്ടി വരും. ബിൽഡിംഗ് പെർമിറ്റ്, ലേഔട്ട് അപ്രൂവൽ, ഫയർ NOC ആൻഡ് കൺസെന്റ് ടു എസ്റ്റാബ്ലിഷ് പൊല്യൂഷൻ കൺട്രോൾ ബോർഡ്. സോ ഈ മിനിമം ഈ 4 ക്ലിയറൻസസ് കിട്ടിയാലാണ് ഒരു സ്ഥാപനത്തിന് കേരളത്തിൽ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. സോ KSIDC ഇപ്പോൾ വളരെ സീരിയസ് ആയിട്ട് ഓരോ സ്ഥാപനത്തോട് നേരിട്ട് ബന്ധപ്പെടുന്നുണ്ട്. ഈ 4ഉം അവർ അപ്ലൈ ചെയ്തിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്യുന്നുണ്ട്. അപ്ലൈ ചെയ്തിട്ടില്ലെങ്കിൽ അത് എത്ര പെട്ടെന്ന് അപ്ലൈ ചെയ്തിട്ട് അതിന്റെ റെഫറൻസ് നമ്പർ വി ആർ കളക്ടിങ്. ആൻഡ് ഓരോ ഡിപ്പാർട്ട്മെന്റിനോട് ഈ ക്ലിയറൻസ് നൽകുന്ന ഓരോ ഡിപ്പാർട്ട്മെന്റിനുമായി നമ്മൾ നേരിട്ട് ബന്ധപ്പെട്ടിട്ട് ആ ക്ലിയറൻസ് വാങ്ങിയിട്ട് സംരംഭകരുടെ കയ്യിൽ കൊടുക്കാനുള്ള ഒരു സ്ട്രാറ്റജി ആണ് അഡോപ്റ്റ് ചെയ്തിട്ടുള്ളത്. വളരെ ക്ലോസ് ആയിട്ട് അതിനുശേഷം ഫൗണ്ടേഷൻ സ്റ്റോൺ ഉണ്ടാവും. ആഫ്റ്റർ ദാറ്റ് ഇനിയും ഒരു 4 ക്ലിയറൻസ് ഉണ്ടാവും. ഫോർ എക്സാമ്പിൾ ഓക്യുപ്പൻസി സർട്ടിഫിക്കറ്റ്, കൺസെന്റ് ടു ഓപ്പറേറ്റ്. സോ ദാറ്റ് കംപ്ലീറ്റ് എൻഡ് ടു എൻഡ് ഫോളോ അപ്പ്, 1-to-1 ഫോളോ അപ്പ് വെച്ചിട്ട് നമ്മൾ ചെയ്യും. KSIDC gsEOI.kerala.gov.in അതിലെ ഒരു മാക്രോ പിക്ചർ നിങ്ങൾക്ക് കാണാൻ പറ്റും. അതുകൂടാതെ we will be making more and more dashboards public in the next 1 week. ഒരാഴ്ചയ്ക്കുള്ളിൽ നമുക്ക് എക്സാക്ട്ലി എത്ര പ്രോജക്ട്സ് ഇപ്പോൾ സ്റ്റാർട്ട് ആയിട്ടുണ്ട്, എത്ര പ്രോജക്ട്സ് ഉണ്ട്, അതിന്റെ ടോട്ടൽ ഇൻവെസ്റ്റ്മെന്റ് എത്രയാണ്, നമ്മുടെ ഫോളോ അപ്പിന്റെ സ്റ്റേറ്റസ് എല്ലാം നമുക്ക് ഈ വെബ്സൈറ്റിൽ തന്നെ കാണാൻ സാധിക്കും. ഉണ്ട്. അപ്പോൾ ഓരോരുത്തരും ഓരോ നോഡൽ ഓഫീസർ ഉണ്ട്. അപ്പോൾ അവർ പോയി അവിടെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അപ്പോൾ തന്നെ എൻ്റർ ചെയ്യണം. അവർ സന്ദർശിക്കുമ്പോൾ അവിടെ തന്നെ ചിത്രം റൂട്ടിന്റെ ഈ പേജ് സ്റ്റേജിലാണ് ആ ചിത്രം ഇതിനകത്തേക്ക് അപ്ലോഡ് ചെയ്യണം. ഇത് പബ്ലിക്കിനല്ല, ഞങ്ങൾക്കുള്ള പരിശോധന റിവ്യൂ ചെയ്യുമ്പോൾ നോക്കാൻ വേണ്ടിയുള്ളതാണ്. അപ്പോൾ അതിൽ തന്നെ ഏത് വകുപ്പാണോ അപ്പോൾ തന്നെ ഡയറക്റ്റ് ചെയ്യും, അവരുമായിട്ട് സംസാരിക്കും. അങ്ങനെ ഒരു നല്ല പ്രൊഫഷണൽ സംവിധാനം ഫോളോപ്പിന് വേണ്ടി നമ്മൾ രൂപം കൊടുത്തിരുന്നു. വിശേഷങ്ങളും വാർത്തകളും ഒന്നും അവസാനിക്കുന്നില്ല. കൂടുതൽ വിശേഷങ്ങളും വാർത്തകളുമായി വീണ്ടും നിങ്ങളോടൊപ്പം എപ്പോഴും ഉണ്ടായിരിക്കും. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണുന്നതുവരെ അവർക്ക് നന്ദിയുണ്ട്. നമസ്കാരം. ബൈ.